ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അലി. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6, പിന്നെ നമ്മുടെ റോക്കി ബായുടെ എലിമിനേഷൻ. അങ്ങനെ എല്ലാവരും ബിഗ് ബോസ് ഫാൻസുകാർക്കൊക്കെ അറിയാനുള്ള കേസാണ്. ഇന്നലെ നമ്മൾ റോക്കി ബായ് സിജോയുടെ മുഖത്ത് ഒറ്റയിടി ഇടിച്ച് പുള്ളിക്കാരൻ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിരിക്കുകയായിരുന്നു. നമ്മളിപ്പം ഈ കഴിഞ്ഞ 5 ബിഗ് ബോസ് സീസണുകളിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പം തോന്നുന്നു ഏറ്റവും നല്ല സീസൺ ഈ സീസണായിരുന്നു, സീസൺ 6. കാരണം എന്ന് പറഞ്ഞാൽ സീസൺ തുടങ്ങിയ ഉടനെ അടി രതീഷ് തുടങ്ങി വെച്ച അടിയാണ്. എന്നിട്ട് ഒരാഴ്ച ആയപ്പം രതീഷ് ഔട്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. രതീഷ് ആണ് ആ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ഓണാക്കി എടുത്തത്. പൊതുവേ വന്നിട്ട് ബിഗ് ബോസിൽ ആദ്യത്തെ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച വൻ ശോകമായിരിക്കും. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളാവാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടൈം എടുക്കും. പക്ഷേ ഈ ബിഗ് ബോസ് വന്നിട്ട് നേരെ തിരിച്ചായിരുന്നു. തുടങ്ങി അടുത്ത ദിവസം തൊട്ട് രതീഷ് അടി തുടങ്ങി. രതീഷ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ വെറുപ്പിക്കാം, ആ രീതിയിലെല്ലാം പുള്ളിക്കാരനെ വെറുപ്പിക്കും. ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ എത്ര പ്രൊവോക്ക് ചെയ്താലും നമ്മൾ ഒരിക്കലും പ്രൊവോക്ക് ആവാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ആരെയും അടിക്കാൻ പാടില്ല. നമുക്ക് വാക്കുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാൽ വൃത്തികേടല്ല, മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാം. വൃത്തികേടും പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരാളെ അടിക്കാൻ പാടില്ല. ഫിസിക്കൽ അസോൾട്ട്. അപ്പോൾ ഇത്രയും നടന്ന ബിഗ് ബോസുകളിൽ ഇതിനു മുമ്പെയൊക്കെ പിച്ചിയെന്നും പറഞ്ഞും കണ്ണിൽ മുളകിട്ടെന്ന് പറഞ്ഞും അല്ലെങ്കിൽ കഴുതി പിടിച്ച് തള്ളി എന്ന് പറഞ്ഞൊക്കെയാണ് പലവരെയും പുറത്താക്കിയത്. നമ്മൾ രജിസ്ട്രാറിനെ ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞാണ് പുള്ളിക്കാരനെ പുറത്താക്കിയത്. അതേപോലെ നമ്മുടെ റോബിനെയും അതേപോലൊരു ഫിസിക്കൽ അസോൾട്ട് പറഞ്ഞാണ് പുള്ളിക്കാരനെയും പുറത്താക്കിയത്. പക്ഷേ റോക്കി, ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ റോക്കി എന്തായാലും, കാരണം റോക്കി വന്നു ഭയങ്കരമായിട്ടൊരു ക്ലിക്കായതിനു ശേഷം പുള്ളിക്കാരനായിരുന്നു ആ വീട്ടിലെ കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. കാരണം പുള്ളിക്കാരൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളിൽ പുള്ളി ഇടപെട്ട് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും. അതൊക്കെ ഒരു വലിയൊരു കിട്ടുന്ന ഒരു കേസായിരുന്നു. ഫുഡിൻ്റെ പേരിൽ ഇന്നലെ അടി ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരൻ അത് ക്ലിയർ ചെയ്തു. അപ്സരയുടെ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്സര ഒരു നല്ലൊരു അടിക്കാരിയാണ്. നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ തന്നെ വേണം. കാരണം ഒന്ന് അടിച്ചു നിന്നാലേ ഈ ബിഗ് ബോസ് കാണാനും ബാക്കിയുള്ളവർക്കൊരു രസം കാണുള്ളൂ. പക്ഷേ ഇന്നലെ പുള്ളിക്കാരൻ ചെയ്തത് ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി. കാരണം ഒരിക്കലും നമ്മളിനി എന്തൊക്കെ നമ്മളെ പുള്ളിയെ എത്രയൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റും. പുള്ളി രാവിലെ തൊട്ട് പിരിവെട്ടി നിൽക്കുകയായിരുന്നു. റോക്കി രാവിലെ തൊട്ട് പിരിവെട്ടി നിൽക്കുന്നത്. രാവിലെ അപ്സരയായിട്ടുള്ള അടി കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ട് അടുത്ത അടി സിജോ ആയിട്ടുള്ള ഉടക്കി ഒരിക്കലും പുള്ളിക്കാരൻ അടിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പുള്ളിക്കാരൻ അടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അടിയായിപ്പോയി. അത് സാധാരണ രീതിയിലുള്ള അടിയൊന്നുമില്ല. പുള്ളി നല്ല രീതിയിലൊരു പഞ്ചാണ് അടിച്ചു കൊടുത്തത്. എന്തായാലും അവൻ്റെ വായും കാര്യങ്ങളൊക്കെ തകരാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല രീതിയിൽ പുള്ളിക്കാരെ ഇടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ പുള്ളി പോയി കിടന്ന് കരച്ചിലും ബഹളം, അതൊരു സന്തോഷമായിട്ട് തോന്നിയില്ല. എന്തായാലും ഇടിച്ചിട്ട് അങ്ങ് ഇറങ്ങി വരണ്ടേ, കുഴപ്പമില്ല എന്തായാലും. പക്ഷേ ഇനി ബിഗ് ബോസ് കാണാനൊരു സുഖം കാണുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയുള്ളതൊക്കെ അവിടെ ഉള്ളതൊക്കെ ഏകദേശം ഉള്ളതൊക്കെ വാഴകളാണ്. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഒരു സീസൺ എന്നാൽ ഈ ഒരു സീസണിൽ 50 ദിവസം 60 ദിവസത്തിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളൊക്കെ സീസണിൻ്റെ ആദ്യമേ കഴിഞ്ഞു. ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് തന്നെ മാക്സിമം എത്രയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അത്ര ഇമ്പാക്റ്റ് ചെയ്തു. ഇനി അവിടെ ഉള്ള കണ്ടസ്റ്റൻസിന് ഇപ്പം ജാബ്രിയുടെയും ജാസ്മിൻ്റെയൊക്കെ ഞാനത് പറയുന്നില്ല, വെറും ഒരു ഇതായിപ്പോയി. ആൾക്കാരെ വെറുപ്പിക്കുമോ? എങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ പാടുണ്ടോ? ആൾക്കാരെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ പറ്റും അത്രയ്ക്ക് മാക്സിമം 2 എണ്ണം കൂടെ ലവ് കാണിച്ച് ഇത്രയും ഒരു തൊലിഞ്ഞ ലവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ വെറുപ്പിച്ച 2 ആൾക്കാരാണ്. പിന്നെ അതിനുശേഷം ഇനി അവിടെ ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല നല്ലപോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. മിക്കവാറും ബിഗ് ബോസ് ഇനി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കുറച്ച് നല്ല ഇടിവെട്ട് സാധനങ്ങളെ കൊണ്ടുവന്ന ഷോ വീണ്ടും ഓണാവും. ഷോ മസ്റ്റ് ഗോ ഓൺ. എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ പോയാലും, ആരൊക്കെ വന്നാലും ഷോ എന്നും മുന്നോട്ട് തന്നെ പോകണം. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു. ഞാൻ ഇന്നലെ അത് കണ്ട് എനിക്ക് ആകെപ്പാടെ ഭയങ്കര വിഷമമായിപ്പോയി. കാരണം പുള്ളിക്കാരനാണെങ്കിൽ അതിൻ്റെ അകത്ത് കിടന്ന് കരച്ചിലും ഭയങ്കരമായിട്ടുള്ള
കാരണം പുള്ളിയുടെ 6 വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ വരണം, പുള്ളിക്കൊരു ഫെയിം കിട്ടണം എന്നൊക്കെ ഉള്ളത് റോക്കിയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ റോക്കിയെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റോക്കിയുടെ സംസാരവും കാര്യങ്ങളും കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം തന്നെ ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചില ഭാഷകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നെടുമങ്ങാടുകാരനാണ്. അപ്പോൾ പുള്ളിയുടെ വീട് പുള്ളി പറഞ്ഞ കഥ അനുസരിച്ചാണെങ്കിൽ പുള്ളിയുടെ വീടും നമ്മളെയൊക്കെ ഏരിയ ആയിട്ട് ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സൗണ്ട് സ്ലാങ്, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, കാരണം മിക്ക ആൾക്കാരും ഒരു മുഖം മൂടി ഇട്ടാണ് നിന്നത്, കാരണം എങ്ങനെ പ്രതികരിക്കണമെന്നൊന്നും അറിയാതെ. പക്ഷേ ആ സമയത്ത് ഇങ്ങേരും രതീഷുമാണ് അവിടെ കയറി കത്തിയത്. പക്ഷേ രണ്ടുപേരും ഔട്ടായിപ്പോയി. സോ ദാറ്റ്സ് ദ ഗെയിം. സോ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് ദ ഗെയിം സ്പിരിറ്റ്. സോ ഹോപ്പ്ഫുള്ളി we are waiting for new wildcard entries and all that. So if you like my channel, please like my channel, please subscribe my channel, please share my videos. So that's it. Khudafiz. Have a good day for everyone. Bye bye.